അപ്പോൾ വൈകുന്നേരം ഒന്ന് പുറത്ത് പോയതാട്ടോ. ഒരു ബ്ലൗസ് തയ്ക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് തയ്ക്കാൻ കൊടുക്കാൻ പോയതാണ്. എന്നിട്ട് തിരിച്ചു വന്നു. ഇനിയിപ്പോൾ നമുക്ക് ചെറിയൊരു ചായ കുടിക്കണം, ചെറിയൊരു സ്നാക്സ് ഉണ്ടാക്കണം. അപ്പം അതെന്തെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ്. അപ്പോൾ എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്ന സ്നാക്കിന് വേണ്ടി ഞാനിവിടെ ഒരു പാക്കറ്റ് ബ്രെഡ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ബ്രെഡ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഈസി ആയിരിക്കുന്ന സ്നാക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ബേസനാണ് എടുത്തിരിക്കുന്നത്, നമ്മുടെ കടലപ്പൊടി ഉണ്ടല്ലോ. അപ്പോൾ അത് കുറച്ച് എൻ്റെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ. അത് ഞാനൊരു പാത്രത്തിനകത്തോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇത് വെച്ചിട്ടാട്ടോ നമുക്ക് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബ്രെഡിനകത്ത് ഫില്ലിങ് വെച്ചിട്ട് നമുക്ക് ഇതേ രീതിയിൽ തന്നെ ഇതുണ്ടാക്കാം. പക്ഷേ ഞാനിപ്പോൾ ഫില്ലിംഗ് ഒന്നും വെക്കുന്നില്ല, ഡയറക്റ്റ് ഇത് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അതിനകത്തോട്ട് ഞാൻ കുറച്ച് നമ്മുടെ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞത് അല്ലെങ്കിൽ കറിവേപ്പിലയോ ഏത് വേണേലും ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്താണ് എടുക്കണേ. അപ്പോൾ ഞാൻ ഇത് ഒന്ന് തിക്കായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമുക്കത് ലൂസാകാനായിട്ട് പാടില്ല. കാരണം ഈ ഒരു ബാറ്ററിനകത്ത് മുക്കിയിട്ടാണ് നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന ആ ഒരു തിക്നെസ് ഉണ്ടല്ലോ, അത്രയും മതി കേട്ടോ. കൂടുതൽ ലൂസായിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആ ഒരു ഷേപ്പ്, സ്നാക്കിൻ്റെ ആ ഒരു ഷേപ്പ് കിട്ടത്തില്ല. കാരണം ബ്രെഡ് വെച്ചിട്ടാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ബ്രെഡിൻ്റെ മുകളിലുള്ള ഒരു കോട്ടിങ് കറക്റ്റായിട്ട് കിട്ടണം. അപ്പോൾ അതേ തിക്കായിട്ട് ഞാനിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ബ്രെഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ ബ്രെഡിനകത്ത് നമ്മൾ കിഴങ്ങിൻ്റെയൊക്കെ ഫില്ലിങ് വെച്ചിട്ട് അത് രണ്ടും കൂടെ ഒട്ടിച്ചതിന് ശേഷം കട്ട് ചെയ്തിട്ട് നമുക്ക് മുക്കി അങ്ങനെയും വറുത്തെടുക്കാം. അപ്പോൾ കുറച്ചും കൂടെ ഒരു ഹെവി ആയിട്ടിരിക്കുന്ന സ്നാക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇതിപ്പോൾ ഞാൻ ഡയറക്റ്റ് ഇതേ രീതിയിൽ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഈ ഒരു ബാറ്ററിനകത്ത് ഡിപ്പ് ചെയ്തിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇനി മീറ്റ് മസാല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ വേറെ മസാലസ് ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ചില്ലി ഫ്ലേക്സും മല്ലിയിലയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ മാത്രമാണ് ചേർത്തേക്കുന്നത്. എന്നിട്ട് ഇതേ രീതിയിൽ ഒന്ന് മുക്കിയെടുത്തിട്ട് നമ്മൾ ചൂടായ എണ്ണയിലോട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ കുറഞ്ഞ ഫ്ലെയിം വെച്ചിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്യാനായിട്ട്. കാരണം ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് ഇത് എന്താ പറയുക, കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ചിടുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് ഈവനിങ് സമയത്ത് ചായയോടൊപ്പം കഴിക്കാനായിട്ട് നല്ല ഈസി ആയിട്ടിരിക്കുന്ന ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ സ്നാക്ക് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സമയത്ത് തന്നെ നമ്മുടെ നെയ്ബർ കയറി വന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അദ്ദേഹത്തിനും കൂടെ ഉള്ളത് ഉണ്ടാക്കി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി ചായ കുടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതെല്ലാം ഞാനൊന്ന് ആദ്യം വറുത്തെടുക്കുന്നുണ്ട്. ഒരു 4-5 കഷ്ണം ബ്രെഡ് ധാരാളം മതി കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ ഉള്ള സ്നാക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ കണ്ടോ, ഞാൻ ഇത്ര ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് ഈ ഒരു ചട്നി, മസ്റ്റാർഡിൻ്റെ കസൂണ്ടി എന്ന് പറഞ്ഞൊരു ചട്നിയായിട്ട് ഇവിടെ നോർത്ത് ഇന്ത്യയിലൊക്കെ കൂടുതലായിട്ട് കിട്ടുന്നത്. നല്ല ടേസ്റ്റാണ്. ഇത് നമ്മുടെ കടുക് ഒക്കെ അരച്ചിട്ടുണ്ടാക്കുന്ന ഒരു ചട്നിയാണ്. ഈ ഒരു ചട്നി നമുക്ക് വീട്ടിലും ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കടയിൽ കണ്ടപ്പോൾ വാങ്ങിച്ചതേ ഉള്ളൂ. അപ്പോൾ അത് കൂട്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്നാക്ക് കഴിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് നമ്മുടെ കെച്ചപ്പ് ഉണ്ടല്ലോ, അത് ചേർത്തും കഴിക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും നല്ലൊരു സൂപ്പർ ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ അതേ നമ്മുടെ നെയ്ബറും വന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കട്ടൻ ചായയോട് കൂടിയാട്ടോ ഈ ഒരു സ്നാക്ക് കഴിച്ചപ്പോൾ നല്ലൊരു സൂപ്പർ കോമ്പിനേഷനായിരുന്നു. അപ്പോൾ അങ്ങനെ വൈകുന്നേരത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ രാത്രിയിലേക്കുള്ള ചപ്പാത്തി ആട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചപ്പാത്തി എന്താ പറഞ്ഞാൽ വളരെ കുറച്ച് ആട്ടയാട്ടോ ഞാനെടുത്ത് കുഴയ്ക്കുന്നത്. അപ്പം ഈ ചായനോട് ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ ആട്ട കുഴയ്ക്കുന്നത് കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാട്ടോ. കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ശരിക്കും പറഞ്ഞിട്ടുണ്ട് എനിക്ക് കൈക്കൊക്കെ നല്ല വേദന ഉണ്ടായിരുന്ന സമയത്ത് ഇതുപോലെ എനിക്ക് ആട്ടയൊന്നും കുഴയ്ക്കാനായിട്ട് പറ്റത്തില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യമാണ് ഞാൻ ഇച്ചാനോട് പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം കുറേ ദിവസങ്ങൾക്ക് മുമ്പ് എനിക്കെല്ലാം ഇച്ചാനാണ് ചെയ്തു തന്നുകൊണ്ടിരുന്നത്. അപ്പം ഭയങ്കര ഒരു സന്തോഷമാണ്. ഇപ്പോൾ എൻ്റെ ആ വേദനയൊക്കെ മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും ശരിക്കും ഫ്രീ ആയിട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കുത്തിരി ഇട്ടിരുന്നു. കുത്തിരി വെച്ചിട്ടൊരു അപ്പം പിറ്റേ ദിവസത്തേക്ക് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി റെഡിയാക്കി അതൊന്ന് അരയ്ക്കാനായിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നമുക്കിപ്പോൾ കോളിഫ്ലവർ കിട്ടാൻ തുടങ്ങി കേട്ടോ. ഇപ്പോൾ ഭയങ്കര വിലയാണ്. കാരണം സീസൺ ആകുന്നതേ ഉള്ളൂ. അപ്പോൾ കോളിഫ്ലവർ ഇച്ചാൻ എനിക്ക് റെഡിയാക്കി തരികയാണ്. അപ്പോൾ ഇത് ഫ്രൈ ചെയ്ത് ചപ്പാത്തിയുമാണ് ഇന്നത്തെ വൈകിട്ടത്തെ നമ്മുടെ ഡിന്നർ എന്ന് പറയുന്നത്.
അപ്പോൾ ഞാൻ അരി അരയ്ക്കാനായിട്ട് നമ്മുടെ തേങ്ങയും അതുപോലെ ജീരകവും വെളുത്തുള്ളിയും എല്ലാം കൂടെ ചേർത്തിട്ട് കുത്തിരി കുതിർത്തും കൂടെ ചേർത്തിട്ട് അങ്ങനെ കേട്ടോ അരിച്ചെടുക്കുന്നത് അപ്പം ഉണ്ടാക്കാനായിട്ട്. അപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് അരച്ച് വന്നിട്ട് എന്ത് ചെയ്താൽ കറക്റ്റായിട്ട് എനിക്ക് അരിഞ്ഞ് കിട്ടിയില്ല കേട്ടോ. ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ അരിഞ്ഞ് കിട്ടിയില്ല. എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ച് ലേറ്റായി പോയി, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. എന്തായാലും കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പിറ്റേ ദിവസം അപ്പം ഉണ്ടാക്കിയപ്പം അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ അവിടെ റെഡിയാക്കി വെച്ചു. ഇനിയിപ്പോൾ നമുക്ക് കോളിഫ്ലവർ ഒന്ന് ഫ്രൈ ചെയ്യണം. അപ്പോൾ ഞാൻ എണ്ണ ഒഴിച്ച് കടുകിട്ടതിന് ശേഷം കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇത് മൂടി വെച്ച് കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് വെന്തതിന് ശേഷം പിന്നെ നമ്മൾ മൂടി മാറ്റിയതിന് ശേഷം ഇളക്കി ഫ്രൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതവിടെ റെഡിയാക്കി വെച്ചു. ഇനിയിപ്പോൾ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കണം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, പ്രത്യേകിച്ച് എന്നെപ്പോലെ തന്നെയൊക്കെ ഉള്ളെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സമയത്ത് ഓർക്കുമല്ലേ. നമ്മുടെ പഴയ കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ വിഷമങ്ങളും നമ്മുടെ സന്തോഷങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മൾ ഓർക്കും. ശരിക്കും പറഞ്ഞാൽ മക്കൾ അടുത്തില്ലാത്തതുകൊണ്ട് എനിക്ക് ചില സമയങ്ങളിൽ ഭയങ്കരമായിട്ട് ഫീലിംഗ് ആട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ മൊബൈലിനകത്ത് പാട്ടൊക്കെ ഓണാക്കിയിട്ട് അങ്ങനെ കേട്ടുകൊണ്ടിരിക്കട്ടോ. അപ്പോൾ ഇച്ചാൻ എന്തെങ്കിലുമൊക്കെ ഇച്ചാൻ്റേതായിരിക്കുന്ന തിരക്കുകളിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ തന്നെ നിൽക്കുമ്പോൾ എനിക്ക് ചിലപ്പോൾ പെട്ടെന്ന് വിഷമമൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് എന്താ പറയണേ, ഞാൻ പാട്ടൊക്കെ ഓണാക്കി വെച്ച് പാട്ടൊക്കെ കേട്ടുകൊണ്ട് നിന്നാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ അധിക സമയമൊന്നും നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് ഇപ്പോൾ സമയം നമുക്ക് കൊടുക്കാറില്ല. കാരണം ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ. കുറച്ച് ഭക്ഷണം ഉണ്ടാക്കിയാൽ മതി. ചപ്പാത്തി ആണെങ്കിലും ഇപ്പോൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന അത് തന്നെ കൂടുതലാണ്. നമ്മൾ കഴിച്ചതിന് ശേഷം എന്തായാലും ഒരു 3-4 ബാക്കി വരും. അപ്പോൾ ഇന്നലെ രാവിലെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ അതിൻ്റെ 2-3 ചപ്പാത്തി കേട്ടോ ബാക്കി ഞാനവിടെ മാറ്റി വെച്ചത് നമ്മുടെ പൂച്ചയ്ക്കും ടൈഗറിനും ഒക്കെ കൊടുക്കാനായിട്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കുക്ക് ചെയ്യുന്ന സമയത്ത് ഓരോരോ കാര്യങ്ങൾ ഓർക്കാറുണ്ട്. നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ? എനിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഞാനിങ്ങനെ ഓർക്കൂട്ടോ ഓരോരോ കാര്യങ്ങൾ. നമ്മുടെ ജീവിതത്തിലുണ്ടായ സന്തോഷവും അതുപോലെ തന്നെ ദുഃഖങ്ങളും ഒക്കെ ആയിരിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരും. എനിക്ക് തോന്നണേ ശരിക്കും നമ്മുടെ ചുറ്റിലും ആളുകളില്ലാത്തതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അങ്ങനെയുള്ള തോന്നലും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം അതുകൊണ്ട് ആ ഒരു ഫീലിംഗ് മാറ്റിയെടുക്കാനായിട്ട് ഞാൻ മിക്കവാറും മൊബൈലൊക്കെ ഓണാക്കി വെച്ചിട്ടാണ് അടുക്കളയിൽ നിന്ന് കുക്ക് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അടുത്ത് കുട്ടികളൊക്കെ ഉള്ള സമയത്ത് അവരുടെ ഒച്ചപ്പാടും ബഹളവും ഒക്കെ കേട്ടാണ് നമ്മൾ സാധാരണ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് തന്നെ കേട്ടോ ഏറ്റവും നല്ലത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ തന്നെയുള്ള ജീവിതം ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ എന്തായാലും ഇച്ചാൻ ഇടയ്ക്ക് വരും, വർത്തമാനങ്ങൾ പറയും. അങ്ങനെയാണ് ഞങ്ങളുടെ ലൈഫ് ഇപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ചപ്പാത്തിയും കറിയും ഒക്കെ റെഡിയായി. നിങ്ങൾ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യണം കേട്ടോ.